ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും HS ക്രിയേറ്റീവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഐസ്ക്രീം കുൽഫി ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഈ ഐസ്ക്രീം കുൽഫി. അപ്പോൾ അത് സിമ്പിളായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോഴേ ഈ കുൽഫി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടത് മിൽക്ക്, കോൺഫ്ലോർ, പഞ്ചസാര, ഫുഡ് കളറ്, നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എന്തെങ്കിലും ഫ്ലേവർ, വാനിലേൻ്റെ ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. ഇതിൽ ഫുഡ് കളറും വെനില എസൻസും ചേർക്കണമെന്നില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. അതില്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ട് മിൽക്കും കോൺഫ്ലവറും പിന്നെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിനെ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ, അല്ലെങ്കിൽ പെട്ടെന്നത് അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴിത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതേ ഒരു പരുവത്തിലായിരിക്കണം. നല്ല തിക്കുമല്ല, എന്നാൽ ഒട്ടും വെള്ളവുമല്ലാത്തൊരു രീതിയിൽ. തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 2 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീം കുൽഫി സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. സെറ്റാവാൻ വേണ്ടിയിട്ട് 24 ഹവറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കുൽഫി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുൽഫി ഓരോന്നായി ഞാൻ മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് പുറത്ത് അധികം വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞ് വെള്ളമായിട്ട് പോകും. ഇപ്പോൾ നല്ല ഹീറ്റുള്ള ടൈമാണല്ലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് മോൾഡിന് പകരം നമ്മുടെ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാക്കുന്നത്. ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.